ചവറ ശങ്കരമംഗലത്ത് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. പെരുമ്പാവൂർ ശ്രീ സ്വാമി വൈദ്യ ഗുരുകുലം ആയുർവേദ സ്ഥാപനത്തിനെതിരെ നടക്കുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് വിവിധ പ്രസ്ഥാനങ്ങളുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. നീതിക്കായുള്ള നാടിന്റെ ജനകീയ കൂട്ടായ്മ എന്ന പേരിലാണ് സംഗമം നടത്തിയത്. നീതിക്കായുള്ള നാടിന്റെ ജനകീയ കൂട്ടായ്മ എന്ന പേരിലാണ് ചവറ ശങ്കരമംഗലത്ത് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്വാസമേകുന്ന പെരുമ്പാവൂർ ശ്രീ സ്വാമി വൈദ്യ ഗുരുകുലം എന്ന ആയുർവേദ സ്ഥാപനത്തിനെതിരെ നടക്കുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെയും സ്ഥാപകനായ കീർത്തികുമാറിനെതിരെ നടക്കുന്ന ഗൂഢാലോചനയ്ക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് വിവിധ പ്രസ്ഥാനങ്ങളുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം ആർ അരുൺരാജ് ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ ഒരു വലിയ ഡോക്ടറെ കാണാൻ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റിന് വേണ്ടി നാട്ടിൽ പുറത്ത് ഒരു വൈദ്യനെ കാണാൻ നിൽക്കുന്ന കാഴ്ചയാണ്. അപ്പൊ ഇതൊന്നും അങ്ങനെ ആർക്കും തള്ളിക്കളയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത് വലിയ സർട്ടിഫിക്കറ്റുള്ള വലിയ ബിരുദാനന്തരങ്ങളുള്ള അതിന്റെ ഭാഗത്ത് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ബിരുദത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന കഴിവുകളൊന്നുമുണ്ട്. പക്ഷെ അതിനുമപ്പുറം ഈ നാടിന് ഏറ്റവും കൂടുതൽ ഗുണപ്പെടുന്ന തരത്തിലേക്ക് ആശ്വാസമാകാൻ കഴിയുന്നത് ഇപ്പോഴും വൈദ്യശാസ്ത്രം വലിയ പുരോഗതി നിൽക്കുന്ന നമ്മുടെ നാട്ടിലും പലപ്പോഴും വൈദ്യശാസ്ത്രം പരാജയപ്പെടുത്തുന്നത് ആശ്വാസമാകാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള നാട്ടുവൈദ്യങ്ങൾക്കാണ്, ഇങ്ങനെയുള്ള കഴിവുകൾക്കാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം താങ്കളുടെ തെളിയിച്ചിട്ടുള്ളൊരു മർമ്മ ചികിത്സയായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാൻ ആ യൂട്യൂബിൽ അദ്ദേഹത്തിന്റെ വീഡിയോകൾ കണ്ടായിരുന്നു. ഒത്തിരി ഡോക്ടർമാരെ ആയുർവേദ ഡോക്ടർമാരെ അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുന്നതാണ്. സുരേഷ് ചവറ അധ്യക്ഷത വഹിച്ചു. ജയരാജ് ഭാരതി, റിട്ടയർഡ് അധ്യാപകൻ ദേവി പ്രസാദ്, ഗുരുകുലം HR ഹെഡ് രാഖി ബാലചന്ദ്രൻ, ചവറ പഞ്ചായത്ത് പ്രസിഡന്റ് അംബികാദേവി, അഡ്വക്കേറ്റ് ജോസ് തലമുകിൽ, ചവറ ബ്ലോക്ക് പഞ്ചായത്ത് മുന്നംഗം സോഫിയ സലാം, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് വെറ്റമുക്ക് സോമൻ, സാമൂഹിക പ്രവർത്തകൻ ഷാനു കൊട്ടുകാട് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.